അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്കമാലി മേഖല നാളത്തെ കാഞ്ഞൂർ പഞ്ചായത്ത് വികസന പത്രിക ചർച്ചയും സ്ഥാനാർത്ഥി സംഗമവും നടത്തി. പാറപ്പുറം YMA ലൈബ്രറിയിൽ നടന്ന പരിപാടിയിൽ കാഞ്ഞൂർ യൂണിറ്റ് പ്രസിഡന്റ് A ഗോപി അധ്യക്ഷത വഹിച്ചു. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി പ്രദേശം, ഗവൺമെന്റ് ആശുപത്രിയുടെ ആ പുരയിടം അല്ലെങ്കിൽ ആ ഭൂമി കെട്ടിടം കഴിഞ്ഞ് 80 സെന്റ് സ്ഥലം ജനകീയമായിട്ട് ഉണ്ടാക്കിയ ഒരു ആശുപത്രിയാണത്. ആ സ്ഥലം വാങ്ങി ജനകീയമായ പ്രവർത്തനത്തോടെ നാട്ടുകാരിൽ നിന്ന് പണം കണ്ടെത്തി അങ്ങനെ സംഭവിച്ച ഒരു ജനകീയ സംരംഭമാണ് നമ്മുടെ സർക്കാർ ആശുപത്രി. ആ സർക്കാർ ആശുപത്രിയുടെ പ്രദേശങ്ങൾ ഉപയോഗിച്ച് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയടം ക്ഷേത്രത്തിന് മുമ്പിലിരിക്കുന്ന 500 kVയുടെ കപ്പാസിറ്റി ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ്. സോളാർ പ്ലാന്റ് വരുമ്പോൾ അതിന്റെ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റുന്നത് അതിന് കപ്പാസിറ്റി ഉള്ള ട്രാൻസ്ഫോമർ ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഒരു 4-1 കപ്പാസിറ്റി പോലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ രൂപകൽപ്പന ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ എയർപോർട്ടിന്റെ CSR ഫണ്ട് കിട്ടുകയാണെങ്കിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കാഞ്ഞൂർ പഞ്ചായത്തിന് 1 രൂപ വൈദ്യുതി ഇനത്തിൽ ചെലവ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു കൊല്ലം 48 ലക്ഷം രൂപ ലാഭിക്കാൻ സാധിക്കും. മിനിമം ഒരു 2 റോഡെങ്കിലും. ഇപ്പൊ പഞ്ചായത്തിനുള്ള പരാധീനത എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തിന് സ്വന്തമായിട്ട് ഒരു പുതിയ റോഡ് എടുത്ത് 3 മീറ്റർ കൂടുതലുള്ള റോഡ് വീതി കൂടുതലുള്ള റോഡ് എടുത്ത് ടാർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. തനത് ഫണ്ടില്ല. ഗവൺമെന്റിന് തരുന്ന ഫണ്ടിന് നിബന്ധനകളുണ്ട്. ഗവൺമെന്റ് മെയിൻ്റനൻസിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പുതിയ റോഡ് എടുത്ത് ചെയ്യാൻ പഞ്ചായത്തിന് പരിമിതികളുണ്ട്. ജില്ലാ പ്രസിഡന്റ് വിജയപ്രകാശ് ആമുഖ പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി KS സ്വാമിനാഥൻ വികസന പത്രിക പരിചയപ്പെടുത്തി. ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ P അശോകൻ, MC രഘു, കൃഷ്ണേന്ദു, ഷേർലി ജോണി, KP ഷാജി, സെബാസ്റ്റ്യൻ പോൾ, MK ലെനിൻ, സിമി ടിജോ, സീന സത്യൻ, സവിത നിതീഷ്, TS ജയൻ, ഗ്രേസി ദയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനകീയാസൂത്രണം തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ റോഡുകളിലേക്ക് നോക്കുമ്പോൾ ബാക്കി നിൽക്കുകയാണ്. ഞാനാരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ റോഡുകൾ സഞ്ചരിക്കാൻ പാടില്ലാത്ത രൂപത്തിൽ അങ്ങേയറ്റം ദുർബലമായ റോഡുകളുടെ ഒരവശേഷിപ്പാണ് ഇന്ന് നാം കാണുന്നത്. ഇതിനെല്ലാം മോചനമുണ്ടാകണം. ശരിക്കും പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ നടപ്പിലാക്കിയ ഏറ്റവും നല്ലൊരു ചുവടുവയ്പ്പായിരുന്നു അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. കാരണം അധികാരം ജനങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. അതാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്ന ഓരോ പദ്ധതികളും നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തണം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കുചേരും. അതോടൊപ്പം എൻ്റെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ഞാൻ എല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. 17-ാം വാർഡിന് ഇപ്പോൾ യാതൊരുവിധ ഇപ്പോൾ കഴിഞ്ഞ 14-ാം വാർഡിൻ്റെ ഭാഗമായിരുന്ന 17-ാം വാർഡിൽ എല്ലാ സ്ഥാപനങ്ങളും 5-ാം വാർഡിലേക്ക് മാറ്റി തീർക്കപ്പെട്ടു. ഇപ്പോൾ ഇനി ആകെ ഉള്ളത് കല്ലുംകൂട്ടം വ്യൂ പോയിൻ്റാണ്. ഇപ്പോൾ രഘു ഇവിടെ സൂചിപ്പിച്ച പോലെ ആ 17-ാം വാർഡിന് ഇനി ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നൊരു പദ്ധതിയാണ് അവിടെ ടൂറിസം മേഖല. അതിന് ചെറിയൊരു ചുവടുവെപ്പ് എന്ന നിലയിൽ ഞങ്ങൾ വാർഡ് വികസന സമിതി ചെയർമാനും കൺവീനർ എന്ന നിലയിൽ അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സിയാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓപ്പൺ ജിമ്മ് അടുത്ത ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പിൻ്റെ DPR തയ്യാറാക്കി അതിൻ്റെ വികസനങ്ങളും ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി. കൂടുതൽ പറയുന്നില്ല. ഞാൻ 9-ാം വാർഡിൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന ആളാണ്. എല്ലാവർക്കും അറിയാം. അവിടെ ഞാൻ വീടുകളിൽ കയറി ചെന്നപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം എന്നുള്ളത് അവിടെ കടവുകളും അതുപോലെ തന്നെ റോഡുകളും പിന്നെ ഇറിഗേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അവിടെ പറഞ്ഞത്. അവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവിടെ സാധിക്കും. കാരണം അവിടെ നിലവിലെ വികസന പ്രവർത്തനങ്ങൾ തീരെ കുറവായിരുന്നു. അപ്പം നമ്മുടെ ആളുകളെ ആകെ ആകർഷിക്കാവുന്നതും അവർക്കിരിക്കാവുന്നതും ആനന്ദിക്കാവുന്നതുമായ മേഖലകൾ ഉണ്ടാക്കണം. ആ മേഖലകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ നാടിൻ്റെ പുരോഗതി ഈ ഇന്നിപ്പോൾ പല രാജ്യങ്ങളും തന്നെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ വ്യവസായങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ ടൂറിസമാണ് പ്രധാനപ്പെട്ട വ്യവസായം. G ഉഷാദേവി സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി TT മണി, മേഖലാ കൺവീനർ കബീർ മേത്തർ എന്നിവർ സംസാരിച്ചു. എയർപോർട്ട് എപ്പോഴും പഞ്ചായത്ത് ഭരണസമിതികൾ കഴിഞ്ഞ 15 വർഷക്കാലമായി ആവശ്യപ്പെടുമ്പോൾ വളരെ തുച്ഛമായ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വിഭാഗങ്ങൾക്കായി അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾക്കായി അനുവദിച്ച് നൽകിയിട്ടുള്ളത്.
ഇപ്പോൾ ബഹുമാനായ ലിനൻ ചേട്ടൻ 2 കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതൊരു പക്ഷേ ഭരണത്തിൻ്റെ തണലിൽ ഒരു പ്രത്യേകമായ പ്രദേശത്ത് മാത്രം രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഒരു ആക്ഷേപം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആക്ഷേപം എന്ന് പറയുന്നത് നാടിൻ്റെ വികസനത്തിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാഷ്ട്രീയക്കാരായി മാത്രം മെമ്പർമാർ മാറുന്നു എന്നുള്ളൊരു ആക്ഷേപവും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ 15 വർഷക്കാലമായി UDF ഭരണസമിതി ഭരണം നടത്തുന്നുണ്ട്. വനിതകൾക്ക് കായിക വ്യായാമത്തിന് വേണ്ടി ഫിറ്റ്നസ് സെൻറ്റർ ഞങ്ങൾ ആരംഭിക്കും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ബോർഡുകൾ ഞങ്ങൾ സ്ഥാപിക്കും. ഈ പ്രദേശത്തിനകത്ത് ശാസ്ത്രായുധ പരിഷത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ അത് പറയാത്ത കാര്യം കൂട്ടിച്ചേർത്തിട്ടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ഇവിടെ ഈ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഉള്ളതുപോലെ ഏത് റോഡാണെന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു സൈൻ ബോർഡ് പോലും എവിടെയും ഇല്ല. അതിൽ സൈൻ ബോർഡുകളെ ഞങ്ങൾ നിർമ്മിക്കും. ഏറ്റവും തകർക്കപ്പെട്ട റോഡുകളാണ് യഥാർത്ഥത്തിൽ ഞാൻ പ്രദാനം ചെയ്യുന്ന 13-ാം വാർഡ്. നമ്മൾ ജയിച്ചു വന്ന് ആ വാർഡിനകത്ത് ഒറ്റ തകർക്കപ്പെട്ട റോഡുകളുമില്ലാതെ എല്ലാ മൺ റോഡുകളും ടാറിങ് ചെയ്യുന്ന തരത്തിലേക്ക് ഏറ്റവും മനോഹരമായ ഒരു വാർഡാക്കി മാറ്റി തീർക്കും. ടൂറിസം രംഗത്ത് ഒട്ടേറെ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്കും അവിടെ ഒന്നും എത്തി നോക്കാൻ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഇവിടെ ഭരണത്തിൽ പോകുന്ന ആളുകൾക്ക് കഴിയുന്നില്ല എന്ന ഒരു നിശ്ചിതമായ വിമർശനം ഈ സമയത്ത് ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 2-3 വട്ടമായിട്ട് വീടുകളിൽ കയറിയപ്പോഴും എനിക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ആ ഒരു പരിധിയിൽ വരുന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും തന്നെ ആത്മാർത്ഥമായി നിറവേറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ കടമ.